ഒരിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി ഡൊമിനിക്കൻ സഭാസ്ഥാപകനായ വിശുദ്ധ ഡൊമിനിക് ഗുസ്മാൻ ബലിയർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അൾത്താര ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്തിരുന്നു. ആ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈ വിദ്യാർത്ഥി ആ ദിവസം പലതരത്തിലുള്ള പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ദിവസമായിരുന്നു. എത്ര പ്രാർത്ഥിച്ചിട്ടും മോചനം കിട്ടാത്ത ചില പ്രലോഭനങ്ങൾ. എന്നാൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ കുർബാനയിൽ വളരെ ആത്മാർത്ഥമായി ഈ അൾത്താര ശുശ്രൂഷയിൽ സഹായിച്ചു കൊണ്ടിരുന്ന ഈ വിദ്യാർത്ഥി പങ്കെടുക്കുകയും കുർബാന കഴിഞ്ഞ് വിശുദ്ധ ഡൊമിനിക് ഗുസ്മാൻ സങ്കീർത്തിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഡൊമിനിക് ഗുസ്മാൻ്റെ ഇരു കൈകളും ആ അൾത്താര ശുശ്രൂഷകൻ ആ വൈദികൻ്റെ കൈ വാങ്ങി ചുംബിക്കുകയും ചെയ്തു. അങ്ങനെ ചുംബിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചുംബിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ആ ചുംബിക്കുന്ന സമയത്ത് ഈ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിക്ക് പ്രത്യേകമായ ഒരു അനുഭവം ഉണ്ടാകുകയാണ്. ഡൊമിനിക് ഗുസ്മാൻ്റെ കൈകളിൽ നിന്ന് സുഗന്ധത്തിൻ്റെ പരിമളം പരക്കുകയാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട് 2 കൊരിന്തോസ് 2:15 ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ്. സാക്ഷാൽ യഥാർത്ഥത്തിലുള്ള പരിമളം ആ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിക്ക് സങ്കീർത്തിയിൽ വെച്ച് കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ ഡൊമിനിക് ഗുസ്മാൻ്റെ ശരീരത്തിന് പ്രത്യേകിച്ച് കൈകളിൽ നിന്നൊക്കെ വരുന്നതായിട്ട് അനുഭവപ്പെട്ടു. ആ സമയം തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ പ്രലോഭന ചിന്തകളും പെട്ടെന്ന് അപ്രത്യക്ഷമാകുകയും ഒരു ദൈവികമായ ചൈതന്യത്താൽ ഈ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി നിറയുകയും ചെയ്തു. സഹോദരങ്ങളെ, ഇതൊരു ആത്മീയമായ വലിയൊരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബലിയർപ്പിക്കുന്ന ഓരോ പുരോഹിതനും യേശുവിൻ്റെ സ്ഥാനത്ത് നിന്നാണ് ബലിയർപ്പിക്കുന്നത്. അൾത്താര ശുശ്രൂഷ ചെയ്യുന്ന കുട്ടികൾ നമ്മളുടെ ഇടവകയിലൊക്കെ ഉണ്ട്. അവർ കുർബാനയ്ക്ക് പങ്കെടുക്കുന്നതിന് മുമ്പ്, കുർബാന കഴിഞ്ഞതിന് ശേഷമൊക്കെ അവർ എത്രമാത്രം പ്രാർത്ഥിച്ച് വിശ്വാസത്തോടുകൂടി വൈദികനെയും അൾത്താരെയും സമീപിക്കുന്നുവോ അത്രമാത്രം ദൈവാനുഭവത്തോടെ അവർക്ക് തിരിച്ചു പോകാൻ സാധിക്കും. പലപ്പോഴും കുർബാന ചെല്ലുന്നതിന് മുമ്പ് അലസമായി സങ്കീർത്തിയിൽ നിന്ന് വർത്തമാനം പറഞ്ഞ് തമാശയും സിനിമാ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്ന പതിവ് ഉണ്ടാകാം. അല്ലെങ്കിൽ കുർബാന കഴിയുന്ന മാത്രയിൽ സങ്കീർത്തിലേക്ക് വന്ന് ഓടിപ്പോകുന്ന പതിവുണ്ടായിരിക്കാം. ഞാൻ എൻ്റെ ഇടവകയിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, കുർബാന കഴിഞ്ഞ് വൈദികൻ സങ്കീർത്തിയിലേക്ക് വരുമ്പോൾ ആ സങ്കീർത്തിയിൽ വൈദികൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ആശീർവാദം സ്വീകരിച്ചതിന് ശേഷമാണ് അൾത്താര കുട്ടികൾ പിന്നീട് പുറത്തേക്ക് പോകുന്നത്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഏതായാലും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ അൾത്താര ശുശ്രൂഷ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു ആത്മീയമായ പാഠം നൽകുന്ന ഒരു സംഭവമാണിത്. ആ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി ഡൊമിനിക് ഗുസ്മാൻ എന്ന പുരോഹിതൻ്റെ കൈകൾ ചുംബിച്ചപ്പോൾ ദൈവാനുഭവം ഉണ്ടായതുപോലെ, പ്രലോഭനങ്ങളിൽ നിന്ന് വിടുതൽ ലഭിച്ചതുപോലെ, അശുദ്ധ ചിന്തകളിൽ നിന്ന് അതോടൊപ്പം തന്നെ പ്രതിസന്ധികളിൽ നിന്നൊക്കെ മോചനം പ്രാപിക്കുവാൻ നിങ്ങളുടെ ഇടവകയിലെ വികാരി അച്ഛൻ്റെ ഒരു ആശീർവാദം സ്വീകരിക്കുക. വിശ്വാസത്തോടുകൂടി ആ വൈദികൻ്റെ കരം ചുംബിക്കുക. ഒരു ഡീക്കൻ ഒരു പുരോഹിതനായി മാറുന്ന ആ ദിവസം, ആ പുത്തൻ കുർബാന കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ ചുംബിക്കുന്ന ഒരു പതിവുണ്ട്. അത് യേശുവിൻ്റെ കൈ ചുംബിക്കുന്നു എന്നാണ് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ അത് ചെയ്യുക. പുരോഹിതൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. വിശ്വാസത്തോടുകൂടി അൾത്താരെയും പൗരോഹിത്യത്തെയും സമീപിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ ആവശ്യമായ കൃപകളും സുഗന്ധ പരിമളവും ഒക്കെ പുരോഹിതനിൽ നിന്നും നിങ്ങളുടെ അരികിലേക്ക് ദൈവം എത്തിക്കും. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ്. അതുകൊണ്ട് അൾത്താര ശുശ്രൂഷ ചെയ്യുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അൾത്താരയിലേക്ക് പോകുമ്പോൾ, അൾത്താരയെ സമീപിക്കുമ്പോൾ, വൈദികരെ സമീപിക്കുമ്പോൾ വലിയ ബഹുമാനത്തോടെ, വലിയ വിശ്വാസത്തോടെ, വലിയ ആദരവോടെ, വലിയ സ്നേഹത്തോടെ പുരോഹിതരെയും അൾത്താരെയും സമീപിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഭവങ്ങൾ ഉണ്ടാകുവാനായി അത് ഇടയാകും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഇന്നേ ദിവസം പ്രത്യേകമായി ലോകം മുഴുവനുമുള്ള അൾത്താര ബാലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. റോമിൽ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ അൾത്താര ബാലന്മാർക്ക് വേണ്ടി പ്രത്യേകമായ ഒരു സംഗമം ഉണ്ടായിരുന്നു. അൾത്താര ബാലന്മാരാണ് പിന്നീട് ഒരുപാട് പേരൊക്കെ വൈദികരൊക്കെ ആയിട്ട് തിരുസഭയിൽ വരുന്നത്. അതുകൊണ്ട് അവരുടെ ആ ശുശ്രൂഷ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ശുശ്രൂഷയാണ്. ആ കുട്ടികൾ ആത്മീയതയിൽ വളരുവാൻ, ദൈവാനുഭവത്തിൽ വളരുവാൻ, പുരോഹിതരായി മാറുവാൻ, അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന നല്ല ആത്മായ പ്രേക്ഷിതരായി മാറുവാൻ വേണ്ടി ഇന്നേ ദിവസം നമുക്ക് എല്ലാ അൾത്താര ശുശ്രൂഷകർക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അൾത്താര ശുശ്രൂഷകരായിരിക്കുന്ന കുട്ടികൾ വലിയ വിശ്വാസത്തോടെ
പ്രത്യേകമായി ഇനിയുള്ള നാളുകളിൽ ദൈവ അനുഭവത്തിൽ ബലിയിൽ പങ്കെടുക്കുവാനും നിങ്ങളുടെ വികാരിയച്ഛൻ്റെ കൈകൾ ചുംബിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുക. ആ കൈകളിൽ നിന്നും ആശീർവാദം സ്വീകരിക്കുക. അപ്പോൾ നിങ്ങൾക്കും വിശുദ്ധ ഡൊമിനിക് ഗുസ്മാനിൽ നിന്നും ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ദൈവം ഇടയാക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.